ആ രാജസദസ്സിൽ ധാരാളം വിദ്വാൻമാർ ഉണ്ടായിരുന്നു. എന്നാൽ തമാശയ്ക്കു വേണ്ടി ഒരു മൂഢനെ കൂടി രാജസദസ്സിൽ ഉൾപ്പെടുത്തുവാൻ രാജാവ് നിശ്ചയിച്ചു. അങ്ങനെ ഒരു മൂഢനെ കണ്ടെത്തി അവനെയും രാജസദസ്സിൽ ഉൾപ്പെടുത്തി. ഒരു പ്രത്യേക കിരീടവും നൽകി. ആ സദസ്സിലുള്ളവർ മൂഢനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അവൻ പറയുന്ന മറുപടി കേട്ടിട്ട് സദസ്സ് ആർത്തട്ടഹസിച്ച് ചിരിച്ചിരുന്നു. നാളുകൾ കഴിഞ്ഞപ്പോൾ രാജാവ് രോഗബാധിതനായി. തൻ്റെ കിടക്കയ്ക്കരികെ ആ മൂഢൻ കൂടി ഉണ്ടായിരുന്നത് സന്തോഷമാകുമെന്ന് കരുതി അവനെയും വിളിച്ചു വരുത്തി. ഒരു ദിവസം രാജാവ് അവനോട് പറഞ്ഞു, എന്നും നീയാണല്ലോ ഉത്തരം പറയുന്നത്, ഇന്ന് നീ ചോദ്യങ്ങൾ ചോദിക്കണം, ഞാൻ ഉത്തരം പറയാം. അതിൻ പ്രകാരം അവൻ ചോദ്യങ്ങൾ ചോദിക്കുവാൻ തുടങ്ങി. അവൻ ചോദിച്ചു, പ്രഭോ, മരണശേഷം അവിടുന്ന് എങ്ങോട്ട് പോകും? രാജാവ് പറഞ്ഞു, ഞാൻ എൻ്റെ സൃഷ്ടാവിൻ്റെ അടുത്തേക്ക് പോകും. അവിടെ എത്ര നാൾ താമസിക്കും? രാജാവ് പറഞ്ഞു, 1 കോടി വർഷങ്ങൾ. അപ്പോൾ അതിനുവേണ്ട ക്രമീകരണമൊക്കെ അവിടെ ചെയ്തിട്ടുണ്ടാവുമല്ലേ? രാജാവ് പറഞ്ഞു, ഞാനൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഈ മൂഢൻ തൻ്റെ തലയിലെ കിരീടം രാജാവിൻ്റെ തലയിൽ വെച്ചിട്ട് പറഞ്ഞു, രാജൻ, ഈ കിരീടത്തിന് അങ്ങ് തന്നെയാണ് ഏറ്റവും യോഗ്യൻ. ഈ ലോകത്തിലെ ഹ്രസ്വജീവിതത്തിന് ഈ കൊട്ടാരവും ഇവിടെയുള്ള എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുള്ള അവിടുന്ന് എന്നെന്നും പാർക്കുവാനുള്ളിടത്ത് ഒരു ക്രമീകരണവും ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങയേക്കാൾ വലിയ മൂഢൻ ആരാണ്? കുറേ നാൾ മാത്രം നാം പാർക്കുന്ന ഈ ലോകജീവിതത്തിനായി ആ രാജാവിനെ പോലെ എന്തെല്ലാം ക്രമീകരണങ്ങളാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ലോകത്തിലെ ജീവിതത്തിനും അപ്പുറമായി ഒരു നിത്യജീവിതം ഉണ്ടെന്നുള്ളത് ഇന്ന് അനേകരും സമ്മതിക്കുന്നില്ലെങ്കിലും അതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ നിത്യജീവിതത്തിനായി നാം എന്ത് ക്രമീകരണങ്ങളാണ് ചെയ്യേണ്ടത്? ഒരു കാര്യം മാത്രമേ ഉള്ളൂ. എല്ലാവരെയും സ്നേഹിക്കുകയും മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനായി ജീവിക്കുകയും ചെയ്യുക. അഥവാ എളിയവരെയും ദരിദ്രരെയും സ്നേഹിച്ച് അവരുടെ നന്മയ്ക്കായി ജീവിക്കുക. അങ്ങനെ ജീവിച്ച് നിത്യജീവിതത്തിനായി നമുക്ക് ഒരുങ്ങാം. രാജാവ് അവരോട്, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അരുളി ചെയ്യുമെന്ന് ദൈവവചനവും പറയുന്നു.